അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഇന്ന് കാണിച്ചിരുന്നത്. അതിനായിട്ട് നമ്മൾ ഈ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പകുതിയോളം ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കുറേ ആദ്യം ഒഴിക്കരുത്, അപ്പോൾ ഇത് ലൂസായിപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഇത് കുഴച്ച് ആവശ്യത്തിനുള്ള നോക്കിയിട്ട് കുഴച്ചാൽ മതി. ചപ്പാത്തിക്കൊക്കെ പിന്നെ കുറച്ച് മതിയല്ലോ. അപ്പോൾ ഇത് നല്ലോണം കുഴഞ്ഞ് കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ബോൾസ് ആക്കി എടുക്കുമ്പോൾ നമ്മളിതിങ്ങനെ ഉള്ളോട്ടിങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഈ ബോൾസ് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒക്കെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ സ്റ്റാൻഡിൽ കുറച്ച് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നല്ല നീളത്തിൽ പരത്തി കൊടുക്കുകയാണ്. അതിനുശേഷം അത് ഞാനിങ്ങനെ വീതിയിലാക്കിയിട്ട് വീണ്ടും ഒന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ആക്കി കിട്ടുന്നതാണ്. അങ്ങനെ വീഡിയോന് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവില്ലേ, അപ്പോൾ അത് ഇവിടെ ഞാനൊരു സ്റ്റാൻഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി ഇത് ഞാനൊന്ന് എല്ലാം പരത്തിയെടുത്തതിന് ശേഷം ഇത് ചൂടാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പരത്തി വെച്ച ഇതെടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഒന്ന് എണ്ണ തടവി കൊടുക്കുക. അപ്പോഴേക്കാണ് ഇത് നല്ലോണം ഇങ്ങനെ പൊന്തി വരുന്നതായിട്ടൊക്കെ കാണാം. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് അടുത്ത ഭാഗം ഒന്ന് വേവിക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ചപ്പാത്തിയും ഒന്ന് നമ്മൾ ചുട്ടെടുക്കുക. അങ്ങനെ ഞാൻ ഇതിലും എണ്ണ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പൊന്തി വരുന്ന കാണുന്നുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒന്നുകൂടി മറിച്ചിട്ട് വെന്തതിന് ശേഷം നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഓഡിയോനും ചെറിയൊരു പ്രശ്നം ഉണ്ടാവും കേൾക്കാത്തത്. അത് ഞാൻ ചെറിയൊരു തിരക്കിലായതുകൊണ്ട് എനിക്ക് ചെറിയൊരു സ്ഥലം കിട്ടിയതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ വന്ന് ഇതിൻ്റെ ഓഡിയോ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു ഭാഗം ഒന്ന് കരിഞ്ഞു പോയി. ഞാനത് വെച്ച് അപ്പുറം എവിടെ പോയി വരുമ്പോഴേക്കന്നെ അങ്ങനെ ഇതിൽ ഞാൻ കുറച്ച് എണ്ണമൊക്കെ ആക്കി അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി ചുടാൻ പലർക്കും ഭയങ്കര മടിയായിരിക്കില്ലേ, പരത്തണം, കുഴക്കണം, ചൂടണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ നല്ല എളുപ്പമുള്ള പണി തന്നെയാണ് ചപ്പാത്തി ചുടുന്നത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ ഒന്ന്.